ഹലോ, ഗുഡ് മോർണിംഗ് ഗെയ്സ്. ഞാൻ ഇന്ന് ഒരു ടിപ്സ് പറഞ്ഞുതരാം. വാഴ കൃഷി ചെയ്യുന്നവർക്ക് ഈ ഒരു മുള പറമ്പിൻ്റെ 4 അതിരുമ്മിൽ വെക്കുകയാണെങ്കിൽ ആവശ്യമുള്ള വാഴക്ക് കൂട്ടിക്കെട്ടാൻ പറ്റുന്ന കൊത്തുകൾ നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ ഈ ഒരെണ്ണത്തിൽ നിന്നാണ് എല്ലാ വർഷവും കൊത്തി വാഴക്ക് തൂണ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ കൊല മറിഞ്ഞ് വീഴുന്ന സമയത്ത് അതെല്ലാം കാറ്റിന് ഒടിഞ്ഞു പോകും. ഇതേപോലെ വലിയ വലുതായിട്ട് പോകുന്ന ഈ ഒരു മുളയിൽ തന്നെ ഞാൻ കണ്ടമാനം ഓരോ വർഷം കൊത്തി എടുക്കും. വാഴക്ക് കുത്തു കൊടുക്കും. അല്ലെങ്കിൽ കൊലച്ച് മറിയുമ്പം കാറ്റിനൊക്കെ അത് മറിഞ്ഞിട്ട് വീഴും. ഇപ്പം ഞാൻ 2-3 സ്ഥലത്ത് ഇതിൻ്റെ അകത്ത് നിന്ന് കൊമ്പ് കൊത്തിയെടുത്ത് മഴക്കാലം നട്ടിട്ടുണ്ട്. അത് അവിടെ നിന്ന് മുളച്ച് വരുന്നുണ്ട്. ഒരെണ്ണത്തിൻ്റെ മേലിൽ നിന്ന് ഒരു 4 കുത്തു കൊടുക്കാൻ വേണ്ടി കൊത്തിയെടുക്കാൻ പറ്റും നമുക്ക്. ഓക്കെ ഗൈസ്, ഇതാണ് ഇന്നത്തെ വിശേഷം നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ ഏലകൃഷിയെ കുറിച്ച് എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഞാൻ ഒരു തൈ ഒരാളോട് മേടിച്ച് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ മഴക്കാലം ഒരു തൈ മേടിച്ച് വെച്ചാണ്. അത് ഈ രീതിയിലായിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ല. ഈ കൃഷിനെ കുറിച്ച് ആദ്യമായിട്ടാണ്. അത് നോക്കട്ടെ, ഒന്ന് വിജയിക്കുവാണെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് കൃഷി ചെയ്യണം. ഇപ്പം അതിന് വെള്ളം നനച്ച് കൊടുക്കുന്നുണ്ട്. മഴയാകുമ്പോൾ ഇനി മണ്ണെല്ലാം കൊത്തിയിട്ട് കുറച്ച് നല്ല വൃത്തിയാക്കി വെക്കണം. ഓക്കെ ഗൈസ്, ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പറഞ്ഞു തരുക, ഏലകൃഷി എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ ഗൈസ്, എൻ്റെ വീഡിയോ ആർക്കെങ്കിലും ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് സബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ ഗൈസ്, സാധാരണ കർഷകർക്കൊന്നും ആരും ലൈക്കും കമൻറ്റും മറ്റേ സബൊന്നും ആരും ചെയ്യില്ല. ഇഷ്ടമാവുകയാണെങ്കിൽ ചെയ്യുക. ഓക്കെ കൂട്ടുകാരെ.